ഇൻഡോറിലെ വ്യവസായി രാജ രഘുവംശിയുടെ കൊലപാതകത്തിൽ നാടകീയമായ വഴിത്തിരിവ്. എന്നാൽ കേസിൽ ദുരൂഹതകൾ ഇനിയും ബാക്കിയാണ്. മേഘാലയയിൽ മധുവിധു ആഘോഷിക്കാനെത്തിയ രാജ രഘുവംശി ക്രൂരമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഭാര്യയുൾപ്പെടെ 4 പേരാണ് ഇന്ന് അറസ്റ്റിലായിരിക്കുന്നത്. കൊല്ലപ്പെട്ട രാജയുടെ കാണാതായ ഭാര്യ സോനം രഘുവംശിയെ യുപിയിൽ കണ്ടെത്തി. പോലീസ് പറയുന്നതനുസരിച്ച് ഭാര്യ സോനം വാടകയ്ക്ക് കൊലയാളികളെ നിയമിച്ചാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. സോനത്തെ ഉത്തർപ്രദേശിലെ ഗാസിയാപൂരിൽ കണ്ടെത്തിയതായും അവർ പോലീസിന് മുന്നിൽ കീഴടങ്ങിയതായും മേഘാലയ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഇദാഷിഷ നോങ്റാങ് പറഞ്ഞു. മധ്യപ്രദേശിൽ നിന്നുള്ള മറ്റു 3 പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് പ്രതികളെ ചോദ്യം ചെയ്യുകയും കൂടുതൽ അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. മേഘാലയ DGP പറഞ്ഞത് പ്രകാരം ഉത്തർപ്രദേശിൽ നിന്ന് ഒരാളെയും ഇൻഡോറിൽ നിന്ന് 2 പേരെയും മേഘാലയ പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ്. അറസ്റ്റിലായ പ്രതികൾ മറ്റു ചിലരുടെ പേരുകളും വെളിപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലപ്പെട്ട രാജയുടെ ഭാര്യയാണ് തങ്ങളെ വാടകയ്ക്കെടുത്തത് എന്നും അവർ പറയുന്നു. മെയ് 11 വിവാഹിതരായ രാജയും സോനുവും മധുവിധു ആഘോഷിക്കാൻ മെയ് 20 ഗുവാഹത്തിയിലേക്ക് പോയത്. മെയ് 22 അവർ ഷില്ലോങ് നഗരത്തിൽ നിന്ന് ഒരു സ്കൂട്ടർ വാടകയ്ക്ക് എടുക്കുകയും അന്നേ ദിവസം മേഘാലയയിലെ ഈസ്റ്റ് ഖാസി ഹിൽസ് ജില്ലയിലെ നോൺഗ്രിയത് ഗ്രാമത്തിലുള്ള ഒരു ഹോം സ്റ്റേയിൽ രാത്രി ചിലവഴിക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ, അതായത് മെയ് 23 അവർ ഹോം സ്റ്റേയിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തിറങ്ങി. മേഘാലയയിലെ സോറ പ്രദേശത്തേക്ക് പോയ രാജയും ഭാര്യയും ശേഷം കാണാതാവുകയായിരുന്നു. ഇവരെ കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ജൂൺ 2 രാജയുടെ മൃതദേഹം ഒരു മലയിടുക്കിൽ നിന്ന് കണ്ടെത്തി. ഇതിന് പിന്നാലെ NDRF ഉൾപ്പെടെയുള്ള വിവിധ സംഘങ്ങൾ സോനത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയായിരുന്നു. കേസിലെ നിർണായകമായ സൂചന നൽകിയത് ഒരു ടൂറിസ്റ്റ് ഗൈഡാണ്. ഇയാൾ രാജ രഘുവംശിയും സോനം രഘുവംശിയും 3 പേർക്കൊപ്പം നടന്നു പോകുന്നത് കണ്ടതായി പോലീസിനെ അറിയിക്കുകയായിരുന്നു. മാവ്ലാഖിയാറ്റിയിലെ ടൂർ ഗൈഡ് ആൽബർട്ട് PD നൽകിയ വിവരങ്ങളാണ് കേസിൽ നിർണായകമായത്. മെയ് 23 ദമ്പതികളെ കാണാതായ ദിവസം ദമ്പതികൾക്കൊപ്പം 3 പുരുഷന്മാരായ വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്നുവെന്ന് ആൽബർട്ട് PD ജൂൺ 7 വെളിപ്പെടുത്തി. PD പറഞ്ഞതനുസരിച്ച് മെയ് 23 രാവിലെ 10 മണിയോടെ നോങ്റിയാറ്റിൽ നിന്ന് മാവ്ലാഖിയാറ്റിലേക്ക് 3000-ലധികം പടികൾ കയറുമ്പോൾ ഈ 3 പേർ ദമ്പതികൾക്കൊപ്പം ഉണ്ടായിരുന്നു. 4 പുരുഷന്മാരും ഹിന്ദിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നുവെന്നും എന്നാൽ തനിക്ക് ഖാസി, ഇംഗ്ലീഷ് ഭാഷകൾ മാത്രമേ അറിയൂ എന്നതുകൊണ്ടാണ് അവർ എന്താണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 4 പുരുഷന്മാർ മുന്നിലും സ്ത്രീ പിന്നിലുമായിരുന്നു നടന്നിരുന്നത്. മെയ് 22 ദമ്പതികൾ കാണാതാകുന്നതിന് ഒരു ദിവസം മുമ്പ് നോങ്റിയാറ്റിലേക്ക് വഴി കാണിക്കാമെന്ന് താൻ വാഗ്ദാനം ചെയ്തിരുന്നു എന്നും എന്നാൽ ദമ്പതികൾ തന്റെ സഹായം നിരസിച്ച് ഭാവൻസായ് എന്ന മറ്റൊരു ഗൈഡിനൊപ്പം പോയി എന്നും PD പറഞ്ഞു. അവർ ഷിപ്പാറ ഹോം സ്റ്റേയിൽ രാത്രി ചെലവഴിച്ച ശേഷം പിറ്റേ ദിവസം ഗൈഡ് ഇല്ലാതെയാണ് മടങ്ങിയതെന്നും PD വെളിപ്പെടുത്തി. താൻ മവാഖ്ലിയാറ്റിൽ എത്തിയപ്പോൾ അവരുടെ സ്കൂട്ടർ അവിടെ ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദമ്പതികൾ വാടകയ്ക്കെടുത്ത സ്കൂട്ടർ പിന്നീട് മവാഖ്ലിയാറ്റിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ അകലെ സുഹറയിലേക്കുള്ള റോഡരികിലെ ഒരു കഫേക്ക് പുറത്ത് താക്കോലോടുകൂടി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കയ്യിലെ ടാറ്റൂവും ഒരു വാട്ടർ പ്രൂഫ് സ്മാർട്ട് വാച്ചും ഉപയോഗിച്ച മൃതദേഹം രാജയുടേതാണെന്ന് രാജയുടെ സഹോദരൻ വിപിൻ രഘുവംശി സ്ഥിരീകരിക്കുകയായിരുന്നു. രാജയുടെ വാലറ്റ്, 4 മൊബൈൽ ഫോണുകൾ, സ്വർണ്ണാഭരണങ്ങൾ എന്നിവ നഷ്ടപ്പെട്ടിരുന്നു. മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് ഏതാനും കിലോമീറ്റർ അകലെ രക്തക്കറ പുരണ്ട ഒരു മഴക്കൂട്ട് കണ്ടെത്തുകയും പിന്നീട് രാജയുടെ ഒരു മൊബൈൽ ഫോൺ ലഭിക്കുകയും ചെയ്തു. ഈസ്റ്റ് ഖാസി ഹിൽസ് പോലീസ് കൊലപാതകത്തിന് ഉപയോഗിച്ചതെന്ന് കരുതുന്ന ഒരു വെട്ടുകത്തിയും കണ്ടെത്തിയിട്ടുണ്ട്. കൊലപാതകവും തെളിവ് നശിപ്പിക്കലും ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾക്ക് കേസെടുക്കുകയും അന്വേഷണം അതിവേഗം പുരോഗമിക്കുകയുമാണ്. രാജ കൊക്കയിൽ വീഴുന്നതിന് മുൻപാണോ ശേഷമാണോ മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമേ വ്യക്തമാകൂ. രാജയുടെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം സോനം രഘുവംശിയുടെ കുടുംബം അവർക്കെതിരായ കൊലപാതക കുറ്റം ശക്തമായി നിഷേധിക്കുകയാണ്. സോനം നിരപരാധിയാണെന്ന് അവളുടെ പിതാവ് ദേവി സിംഗ് വാദിക്കുകയും കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെടുകയുമാണ്.